السلام عليكم ورحمة الله. الحمد لله رب العالمين الذي لم يتخذ ولدا ولم يكن له شريك في الملك. اللهم صل وسلم وزد وبارك على من لا نبي بعده وعلى آله وصحبه الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين والعاقبة للمتقين فلا عدوان إلا على الظالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമായ സ്വർഗലോകം കരസ്ഥമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അർ-റഹ്മാൻ റഹീം എന്ന ഭാഗമാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളതിലെ അൽഹംദുലില്ലാ അതിലെ അർ-റഹ്മാൻ റഹീം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ബിസ്മില്ലാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചെറിയൊരു വിവരണം മനസ്സിലാക്കി. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന ഈ ആയത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്തായിട്ട് നമ്മൾ പരിഗണിക്കൂല എന്ന് പറഞ്ഞു. അത് ഒരു ദിക്റാണ്. എന്നാൽ ബിസ്മി അതൊരു ആയത്താണ്. ആ ആയത്തിനെ സംബന്ധിച്ചോടെ നമ്മൾ ചർച്ച ചെയ്തൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഫാത്തിഹയിൽ ഒന്നാമത്തെ ആയത്താണോ എന്നും അതല്ല, അത് ആയത്ത് തന്നെയാണ്, പക്ഷെ ഫാത്തിഹയിൽ ഒന്നാമത്തെ ആയത്തായിട്ട് പരിഗണിക്കൂല എന്നും രണ്ട് ചർച്ചകൾ ആ വിഷയത്തിലുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. എന്തായിരുന്നാലും വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ആയത്ത് അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തന്നെയാണ്. ഈ ആയത്തില് അള്ളാഹുവിൻ്റെ 3 നാമങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചിരുന്നു. 3 പേരുകൾ. ഒന്ന് അള്ളാഹു, ഇസ്മുൽ ജലാല എന്ന് പറയും അല്ലെ. അതുപോലെ തന്നെ അർ റഹ്മാൻ, അർ റഹീം. ഈ 3 പേരുകളാണ്. ഈ റഹ്മാൻ റഹീം എന്നുള്ള അള്ളാഹുവിൻ്റെ 2 നാമങ്ങള് റഹ്മത്ത് എന്ന് പറയുന്ന സിഫത്തിൽ നിന്നുമാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആ സിഫത്തിൽ നിന്നുമാണ് ഇത് വരുന്നത്. രണ്ടും റഹ്മത്ത് എന്ന സിഫത്തിൽ നിന്നാണ് വരുന്നത് എന്നർത്ഥം. ഇവിടെ നമ്മൾ ചില സഹോദരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഹ ശരിയായിട്ട് ഉച്ചരിക്കാൻ കഴിയില്ല. ഹ റഹ്മാനി റഹീം എന്ന് പറയാറുണ്ട്. റഹ്മാനി റഹീം എന്ന് പറയുമ്പോൾ ഹ വരൂല, റഹ്മാൻ ഹ. നമ്മള് ഐനിനെ ഉച്ചരിച്ച് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ. കഴുത്തിന്റെ ഏറ്റവും മോൾ ഭാഗത്തുനിന്ന് കുറച്ച് താഴെ അവിടെ ഒരു എന്താ പറയാ, ഒരു ചെറിയ കുരു ഉണ്ടാവല്ലേ, പുരുഷന്മാർക്ക് കാണൂലേ, ആ ഭാഗത്ത് നിന്നായിട്ട് പറയാൻ ശ്രമിച്ചാൽ മതി. ഹ വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. ഹ എന്ന് പറഞ്ഞൊക്കെ ശീലിച്ചു നോക്കി. ഹ ഹ എന്നാണ്. അത് ഐന് പറയുമ്പോൾ നമ്മൾ ഉള്ളോട്ട് വലിച്ചിട്ടാ പറയാം, ഇത് പുറത്തേക്ക് തള്ളിയിട്ട് പറയാം. ഹ വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. വളരെ സിമ്പിൾ ആയ ഒരു അക്ഷരമാണ്, ഒരു പ്രയാസമില്ല. എന്നാലും ചെറിയ ആളുകൾ പറയുമ്പോൾ ഹ എന്നാ പറയുള്ളത്, അത് അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഹ വളരെ കൃത്യമാണ് പറഞ്ഞത്. മാഷാ അല്ലാഹ്. അപ്പോ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പൊ കുറച്ച് തള്ളിയിട്ട്, പുറത്തേക്ക് കാറ്റ് തള്ളിയിട്ട് ഐന് ഉച്ചരിക്കുന്നതിന് ലേശം താഴ്ഭാഗത്തു നിന്നായിട്ട് പറഞ്ഞാൽ സംഭവം ക്ലിയർ ആണ്. ഹ അതാണ് ഹ ഉച്ചരിക്കേണ്ടത് എന്നർത്ഥം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ അന്ന് ഒന്ന് ട്രൈ ചെയ്താൽ മതി, ഇൻഷാ അല്ലാഹ് ശരിയാവും.
അപ്പോ ഒന്ന് പറയാൻ, അർ-റഹ്മാനി 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 എന്ന് പറഞ്ഞേ. അർ-റഹ്മാൻ, മാഷാ അല്ലാഹ്. അർ-റഹ്മാനി റഹീം, ഹ വളരെ ഉഷാറായി, മാഷാ അല്ലാഹ്. അപ്പൊ ഹ എന്ന് പറയരുത്. ഹ എന്നുള്ള അക്ഷരം നമ്മുടെ താഴ്ഭാഗത്ത് നിന്ന്, കഴുത്തിന്റെ താഴ്ഭാഗത്ത് നിന്നാണ് വരിക. അർ-റഹ്മാനി റഹീം, മാഷാ അല്ലാഹ്, വളരെ ഉഷാറായിട്ടുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു ബിസ്മിയിൽ 3 അള്ളാഹുവിന്റെ നാമങ്ങളാണ്. ഒന്നാമത്തെ പേര് അള്ളാഹു എന്നുള്ളതാണ്. രണ്ടാമത്തത് അർ-റഹ്മാൻ എന്നുള്ളതാണ്. 3 അർ-റഹീം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ പല തവണകളിലായി ഈ അള്ളാഹുവിന് 2 പേരുകളും പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുക, ബിസ്മിയിൽ അള്ളാഹു ആരാണ് എന്നാണ് ഈ 2 പേരുകളോട് അള്ളാഹു നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ആരാണ് അള്ളാഹു? ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമത്തിൽ. എങ്ങനത്തവനായ അള്ളാഹു? അർ-റഹ്മാൻ, അർ-റഹീം. അള്ളാഹുവിന്റെ കാരുണ്യവാൻ, പരമകാരുണ്യകനും കരുണാനിധിയുമായ എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ? പരമകാരുണ്യവനും കരുണാനിധിയുമായ എന്നാണ്. ഈ അർ-റഹ്മാൻ എന്നുള്ള അള്ളാഹുവിന്റെ നാമത്തിന്റെ പ്രത്യേകത, നമ്മളൊരു കലത്തില് വെള്ളം നിറക്കണം. ആ വെള്ളം നിറച്ചിട്ട് പൈപ്പ് അതിൽ ഇങ്ങനെ വെള്ളം അതിലേക്ക് വീണുകൊണ്ട് നിന്നാൽ അത് നിറഞ്ഞു കവിയും. എന്നാൽ ആ നിറഞ്ഞ ആ കലം പിന്നീട് എന്ത് ചെയ്യൂല, അതിൽ വെള്ളം കുറയോ? ആ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു എന്നുള്ളതുകൊണ്ട് അതിലേക്ക് വേറെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിലാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഒരിക്കലും കുറഞ്ഞുകൂടാ. അതങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടി ലോകത്തെ മുഴുവൻ സൃഷ്ടികളിലേക്ക് അവർ കാണിക്കുന്ന മുഴുവൻ കാരുണ്യവും അള്ളാഹുവിന്റെ ഈ റഹ്മാൻ എന്ന് പറയുന്ന സിഫത്തിൽ നിന്നും അള്ളാഹു കൊടുത്തതാണ്. അപ്പൊ അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശരിക്കും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കാരുണ്യം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നവനാണ്. അതിനാണ് നമ്മൾ പരമകാരുണ്യകൻ എന്ന് പറയാം. ഇനി റഹീം എന്ന് പറഞ്ഞാലോ, അത് വിശ്വാസികൾക്ക് മാത്രമായി അള്ളാഹു കാത്തു സൂക്ഷിച്ചു വെച്ച ഒരു കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണ്. അത് മുസ്ലിമീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് മാത്രമേ അത് കിട്ടുള്ളൂ. അതിന്റെ പ്രയോജനം അതിനെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ്. വകാന ബിൽ മുഅ്മിനീന റഹീമ, സൂറത്ത് അഹ്സാബിന്റെ 43-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് റഹീമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ റഹ്മാൻ എന്ന് പറയും, റഹീം എന്ന് പറയും. അപ്പൊ എന്തിനാ അത് രണ്ടും ഒരുമിച്ച് പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ ആലോചിക്കും. എന്തിനാ അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പൊ കാരുണ്യം എന്നാണല്ലോ അതിനാണ്. കരുണാനിധി, കാരുണ്യമാന്നൊക്കെ എന്തിനാ പറയണത്? അത് രണ്ടും 2 അർത്ഥതലങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ്. ഒന്ന് റഹ്മാൻ. എന്താ റഹ്മാൻ ഉൾക്കൊള്ളുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അള്ളാഹിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ്. വസിഅത്ത് റഹ്മത്തി കുല്ല ഷൈൻ, എല്ലാ വസ്തുവിലും അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ട് എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പക്ഷിയെ ഉദാഹരിക്കാൻ ഒരു മനുഷ്യന് നബിന്റെ അടുക്ക് കുറച്ച് പക്ഷി കുഞ്ഞുങ്ങളെ, പറവകളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണിച്ചു കൊടുത്തപ്പോ നബി പറഞ്ഞു, ആ പക്ഷി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ആളടുത്തേക്ക് ഇങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കൊണ്ടുവെക്കാൻ വേണ്ടി പറയും. എവിടുന്നാണോ എടുത്തത് അവിടെ കൊണ്ടുവെക്കാൻ പറഞ്ഞു. എന്നിട്ട് നബി പറഞ്ഞു, ഈ പക്ഷിയുടെ കാര്യം അത്ഭുതം തന്നെയാണ്. തന്റെ കുട്ടിയോട് എത്ര കാരുണ്യത്തോടു കൂടെയാണ് ആ പക്ഷി പെരുമാറുന്നത്. എല്ലാ പക്ഷികളും അങ്ങനെ തന്നെ. ചുണ്ടിലേക്ക് ഭക്ഷണം കുത്തിക്കൊടുക്കും. ആ ശത്രുക്കൾ വരുന്നുണ്ടെങ്കിൽ അവരെന്ന് സംരക്ഷിക്കും. തന്നാൽ കഴിയുന്ന ഏറ്റവും ദുർബലമെന്ന് നമുക്ക് തോന്നുന്ന പക്ഷികൾ പോലും അവരുടെ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ആ അക്രമകാരികളോട് അവർ പെരുമാറും. അവര് എതിരിടും, ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കും. എത്ര ദുർബലവനാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പക്ഷികളും അല്ലേ. എന്നിട്ട് റസൂലുള്ളാഹി പറയാൻ, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, അല്ലാഹു അർഹമു ബി അബ്ദിഹി അൽ മുഅ്മിൻ, മുഅ്മിനായ അള്ളാഹുവിന്റെ അടിമയോട് അള്ളാഹു ഏറെ കാരുണ്യം കാണിക്കുന്നവനാണ്. മിൻ ഹാദ ത്വഇ മിൻ ഫർഹിഹി, ഈ
പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം ഉണ്ടല്ലോ, അതിനേക്കാളും എത്രയോ അധികം അള്ളാഹു കാരുണ്യം കാണിക്കുന്നവനാണ് വിശ്വാസികളോട് എന്ന്. ഒന്ന് ആലോചിക്കുക, അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം എത്രയായിരിക്കും? മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന്റെ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഉമ്മ തൻ്റെ കുട്ടിയെ വാരി പുണർന്നെടുക്കുന്നത് കണ്ടു. എന്നിട്ട് തൻ്റെ മാറിലേക്ക് ചേർത്ത് വെച്ച്, ഉമ്മ അവിടെ ഇരുന്ന് തൻ്റെ മാറിലേക്ക് ചേർത്ത് വെച്ച് ആ കുട്ടിക്ക് പാല് കൊടുക്കണം, അമ്മിഞ്ഞ കൊടുക്കാൻ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ തറൗന ഹാദിഹിൽ മറഹത്ത്, ഈ സഹോദരിയെ സംബന്ധിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? തോരിഹത്തൻ വലദഹ ഫിന്നാർ, ഒരു തീക്കുണ്ടാരത്തിലേക്ക് അവരുടെ ആ കുട്ടിയെ വലിച്ചെറിയോ? നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഒരു കാഴ്ച കാണാം. റസൂലുള്ളാഹി ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്താ കാഴ്ച? ഒരു ഉമ്മ ഒരു കുട്ടിയെ സ്നേഹത്തോടല്ലേ, നമ്മളൊക്കെ നമ്മളെ കുട്ടികളെ എത്രമാത്രം സ്നേഹിക്കാറുണ്ട്. അതിന് അതിര് വെക്കാൻ പറഞ്ഞാൽ നമുക്ക് കഴിയുമോ? നമുക്ക് പറയാൻ പറ്റും എനിക്ക് ഒരുപാട് ഇഷ്ടം, ആ ഒരുപാട് എന്നല്ലാതെ അപ്പുറത്തേക്ക് ഇത്ര എന്ന് പറയാൻ നമുക്കൊരു അളവ് പോലില്ല, അല്ലേ? അതുപോലെ ആ ഉമ്മ ആ കുട്ടിയോട് വളരെ കാരുണ്യപൂർവ്വം, അല്ലെ, തന്നെ കുട്ടിയെ വാരി പുണർന്നെടുത്ത് തൻ്റെ അമ്മിഞ്ഞപ്പാൽ കൊടുക്കുമ്പോൾ ആ കുട്ടിയെ തലോടുകയും ഉമ്മ വെക്കുകയും ചേർത്തിപ്പിടിക്കുകയും, എങ്ങനെയാണോ ആ ഉമ്മയുടെ സ്നേഹപ്രകടനം ഉണ്ടാവുക, അത് ആ ഉമ്മ പ്രകടിപ്പിക്കുന്ന സ്വഹാബത്ത് ഇങ്ങനെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സഹോദരി ആ കുട്ടിയെ നരകത്തിലേക്ക് എറിയോ അല്ലെങ്കിൽ തീയിലേക്ക് വലിച്ചെറിയോ എന്ന് ചോദിച്ചു. അപ്പൊ അത്ഭുതത്തോടെ സ്വഹാബത്ത് പറഞ്ഞു, ലാ വല്ലാഹ്, ഇല്ല നബി, അവക്കതിന് കഴിയില്ല. ആ സഹോദരിക്ക് തൻ്റെ കുട്ടിയെ വലിച്ചെറിയാൻ കഴിയില്ല. തീയിലേക്ക് പോയിട്ട് വെറുതെ ഒന്ന് വലിച്ചെറിയാൻ കഴിയും, ഒന്ന് വലിച്ചെറിയാൻ കഴിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ. അല്ലാഹു തൻ്റെ അടിമകളോട്, ഈ ഉമ്മ ഈ കുട്ടികളോട് കാണിക്കുന്ന റഹ്മത്തിനേക്കാളധികം റഹ്മത്ത് കാണിക്കുന്നവനാണ്. എന്നാലോചിച്ച് നോക്കി, ഇനി എന്തിനാ നമ്മൾ പേടിക്കണേ? എൻ്റെ നിങ്ങളെ രക്ഷിതാവ്, നമുക്ക് അന്നം നൽകുന്നവൻ, നമുക്ക് ആയുസ് നൽകിയവൻ, അവന് ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ എത്ര ഇഷ്ടത്തോടും എത്ര സ്നേഹത്തോടും കൂടെ പരിലാളിക്കുന്നുവോ അതിനേക്കാളധികം നമ്മെ ഇഷ്ടപ്പെടുന്നവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആ അള്ളാന്റെ അടിമകളാ നമ്മള്. അത്ര ഇഷ്ടം നമ്മളോട് വെച്ച് കൊടുക്കുന്ന റബ്ബിന്റെ അടിമകളാണ്, ഇഷ്ട ദാസന്മാരാണ് നമ്മള്. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ? എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ അള്ളാനെ ഒഴിവാക്കിയിട്ടാണല്ലോ നമുക്കൊന്ന് രോഗം ഉണ്ടാകുമ്പോ, നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ, നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ ആ അള്ളാനെ ഒഴിവാക്കിയിട്ട് നമ്മൾ പോവാ എവിടേക്ക്? കാണാനും കേൾക്കാനും കഴിയാത്ത, ഒരു സംസാരം ഒരു ശബ്ദവും കേൾക്കാത്ത മക്ബറയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കും. അല്ലെങ്കിൽ ഒരു നൂലിന്റെ അടുത്തേക്കാ പോകും, ഒരു നൂല് കൊടുക്കുന്ന ഒരാളുടെ അടുത്തേക്ക്, എന്നിട്ട് ആ നൂല് വാങ്ങിയിട്ട് കിട്ടിയാ എൻ്റെ രോഗം മാറി, എൻ്റെ പ്രയാസം മാറി, എൻ്റെ ബുദ്ധിമുട്ട് മാറി. എന്നാൽ ഇത്രയധികം സ്നേഹത്തോടുകൂടെ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ വേണ്ടി രണ്ട് കൈകളും നീട്ടി നിൽക്കുന്ന സ്രഷ്ടാവായ റബ്ബിനോട് ചോദിക്കാൻ. എന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ഉമ്മ നമുക്ക് ചോറ് വിളമ്പിത്തരാൻ റെഡിയാക്കി എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. വഴി കിടക്കുന്ന ഏതോ ഒരു ആള് കയ്യിലൊക്കെ ആകെ കുഷ്ഠരോഗം പിടിച്ചിട്ടുണ്ട്, അല്ലേ? എന്നിട്ട് കൈയൊക്കെ ചീഞ്ഞളിയുണ്ട്. അദ്ദേഹം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നല്ലൊരു ഭക്ഷണം തന്നെ ആയിക്കോട്ടെ, ഒരു ഷവർമയോ അതിൽ ബിരിയാണിയൊക്കെ ആണ്, അത് നമുക്ക് തന്നാൽ നമ്മുടെ ഉമ്മ ഉണ്ടാക്കി അതിനേക്കാളും നല്ല ബിരിയാണി വെച്ചിട്ടുണ്ട്, അവിടെ ഉണ്ട്, ഉമ്മാന്റെ ഒരു സ്റ്റോക്കാന്ന് ഉമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ എത്താനാണെങ്കിലോ 2 മിനിറ്റ് നടന്നാൽ മതി, അല്ലെങ്കിൽ 2 മിനിറ്റ് വാഹനത്തിൽ പോയാൽ നമ്മൾ വീടെത്തും. ആ ഒരു ക്ഷമയില്ലാതെ കാത്തു നിൽക്കാതെ നമ്മൾ ഈ വഴി കാണുന്ന കുഷ്ഠം പിടിച്ച കൈകളിൽ നിന്നും വ്രണങ്ങളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന നീരുകളെ കാണുന്ന ആ മനുഷ്യന്റെ കയ്യിൽ നമ്മളത് വാങ്ങുക കൂട്ടര്. പക്ഷെ അധികം ആൾക്കാർ എന്തിനാ പോണത്? അവിടെ എന്തോ ഉണ്ട് വിചാരിച്ചിട്ട് പോവാൻ. ആരെ ഒഴിവാക്കണത്? നമുക്ക് വേണ്ടി നമ്മുടെ വിഭവങ്ങളെ വളരെ രുചികരമായി തയ്യാറാക്കി വെച്ച നമ്മുടെ സ്രഷ്ടാവിനെ മറന്നുകൊണ്ട്, എത്ര തന്നാലും തീരാത്തത്ര
ധനമുള്ള, സുഖസൗകര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന, എല്ലാറ്റിനും കഴിവുള്ള ആ റബ്ബനെ മാറ്റിയിട്ട് പോവാൻ, ആ റബ്ബിന്റെ കാരുണ്യത്തിൽ എന്ത് പ്രതീക്ഷയാ പിന്നെ നമുക്കുള്ളത്? അല്ലെ, ഒരു രോഗം വരുമ്പോഴേക്ക്, ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് പടച്ച റബ്ബിന്റെ കാരുണ്യ തൊട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരവസ്ഥ. നോക്കൂ, നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾക്ക് അള്ളാഹിനെ കുറിച്ച് അറിയൂട്ടരെ, നമുക്ക് പറഞ്ഞുതരാൻ. അള്ളാഹ് ആരാന്നറിയാം നിങ്ങൾക്ക്? ഇന്നലില്ലാഹി മിഅത്തു റഹ്മ, അള്ളാഹുവിന് അവന്റെ കാരുണ്യത്തെ 100 ഭാഗമാക്കുക. അൻസല മിൻഹാ റഹ്മത്തൻ വാഹിദത്തൻ, അള്ളാഹു അതിൽ നിന്നും ഒരു റഹ്മത്ത് 100 ഭാഗമാക്കിയാൽ അതിൽ ഒരു റഹ്മത്ത് അള്ളാഹു ഇറക്കി. ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹാഇമി വൽ ഹവാം, ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടി ലോകത്തുള്ള ജിന്നുകളിലേക്ക്, മനുഷ്യരിലേക്കും കാലികളിലേക്കും ഇവിടെയുള്ള മുഴുവൻ ജീവജാലങ്ങളിലേക്കും പാറ്റകളിലേക്കും അണുകളിലേക്കും മുഴുവനും ഫബിഹാ യതഅതഫൂൻ, അള്ളാഹുവിന്റെ 100 കാരുണ്യത്തിൽ 99 ഭാഗവും എടുത്തു വെച്ച് അതിൽ ഒരു കാരുണ്യം ഭൂമിയിലുള്ള ഈ ജീവജാലങ്ങളിലേക്ക് ഇറക്കി കൊടുത്തപ്പോ അവരതാ യതഅതഫൂൻ, അവര് പരസ്പരം വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോവാൻ. 2 പ്രണയിതാക്കളെ സംബന്ധിച്ച് ആലോചിച്ചു നിങ്ങൾ, അവർക്ക് കണ്ണ് കാണൂല, അങ്ങനെ പറയല്ലേ, പ്രേമത്തിന് കണ്ണില്ല എന്നാ പറയാം. പിന്നെ കാണും കേട്ടോ, പിന്നെ കാണും, അത് വല്ലാത്തൊരു കാഴ്ച തന്നെ കയറും. ഏതായാലാകട്ടെ, അപ്പോ ഒരു ദോഷവും പച്ച മുന്നിൽ നിന്ന് കള്ളിങ്ങനെ കുടിച്ചാലും ആ പെൺകുട്ടി പറയും, ഏയ് അത് കള്ളാന്ന് വിചാരിച്ച് കുടിച്ചതാവൂല, അല്ലെ? അതല്ലെങ്കിൽ വളരെ വൃത്തികേട് എന്ന് ഒരു മനുഷ്യന് പോലും സംശയമില്ലാത്തൊരു കാര്യം ചെയ്താലും എന്തെങ്കിലും ന്യായീകരണം അവള് പറയും. എന്തേ? അവനോടുള്ള സ്നേഹം കൊണ്ടാണ്. ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ ഇതുപോലെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തങ്ങളുടെ മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, കൂട്ടുകാരോട്, എല്ലാ ആൾക്കാരോടും, ഇവിടെയുള്ള ജിന്നുകൾ മുഴുവനും കാണിക്കുന്ന പരസ്പര സ്നേഹവും ഇഷ്ടം, അനുകമ്പ, ഇവിടെയുള്ള മുഴുവൻ ജീവജാലം കണ്ണുകൊണ്ട് അല്ലെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത ജീവജാലങ്ങളുണ്ട് അള്ളാന്റെ ഭൂമിയിൽ, അല്ലെ? നമുക്ക് പറയാൻ പറ്റുമല്ലോ. കടലിലെ മത്സ്യങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയുണ്ട്. ഉറുമ്പുകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, പക്ഷികളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, മൃഗങ്ങളെ. ഇത് മുഴുവനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഇഷ്ടമുണ്ടല്ലോ. വബിഹാ യതറഹമൂൻ, അവർ പരസ്പരം കാണിക്കുന്ന കാരുണ്യം, അനുകമ്പ, ഇഷ്ടം. വബിഹാ തഅത്തുഫുൽ വഹ്ശു അലാ വലദിഹാ, വന്യജീവികള് അവരുടെ കുട്ടികളോട് കാണിക്കുന്ന ആ അനുകമ്പ ഉണ്ടല്ലോ, അത് മുഴുവനും അള്ളാഹു നൽകിയ ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണ്. വഅഖറല്ലാഹു 99 റഹ്മതൻ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മളൊക്കെ പേടിച്ച് ഇരിക്കുന്ന ഒരു ദിവസമാണത്, അല്ലെ? ഖിയാമത്ത് നാള്. പരലോകം ഇങ്ങോട്ട് വന്നാൽ എന്താ ചെയ്യ, അല്ലെ? പരലോകം ഇങ്ങോട്ട് വന്നാൽ എന്താ ചെയ്യ? ഒന്നും ചെയ്യാല്ല. അവിടുന്ന് നമ്മളെ കർമ്മങ്ങൾ മുഴുവനും മുറിഞ്ഞുപോയി. ഇനി ഹിസാബിന്റെ ദിവസമാണ്. അള്ളാഹ് ഇങ്ങോട്ട് ഹിസാബ് പടച്ചോനെ എന്താ ചെയ്യാ, അല്ലെ? ആ പേരിലൊരു സൂറത്ത് കൂടെ ഉണ്ട്, അന്നത്തെ ജനങ്ങളുടെ അവസ്ഥ പറഞ്ഞു കൊടുത്തുണ്ട്. സൂറത്തു തഗാബുൻ. നഷ്ടം വെളിപ്പെടുന്ന ഒരു ദിവസം എന്നതിനെ പറ്റി പറയാം. അത് പേടിയാ നമുക്ക്. എന്നാൽ ആ പേടിച്ച് നിൽക്കുന്ന ദിവസം നമുക്ക് വേണ്ടി നൽകാൻ അള്ളാഹു 99 കാരുണ്യം വേർതിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹിന്റെ ആ കാരുണ്യത്തിന്റെ വിശാലത എന്ന് അറിയിച്ചു. ഈ ഭൂമി ലോകത്ത് നമ്മൾ ആരങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാരുണ്യം, എന്തൊരു അനുകമ്പയും, എന്തൊരു ഇഷ്ടവും സ്നേഹം പ്രകടിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യത്തിന്റെ ഒരു ഭാഗം. ബാക്കി 99 അള്ളാഹ് എടുത്തു വെച്ചിക്കുക. ബിൽ മുഅ്മിനീന റഊഫ് റഹീമ എന്ന് പറഞ്ഞല്ലേ, മുഅ്മിനീങ്ങളോട് റഹ്മത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എത്ര വിശാലത അള്ളാഹു ഈ ഭൂമി ലോകത്ത് ജീവികൾ പരസ്പരം കാണിക്കുന്നത് മാത്രമാണോ? അതല്ലേ, അള്ളാഹ് നമുക്ക് കാണിക്കുന്നത് ആയത്തിന്റെ വിഷയങ്ങള്. എന്നിട്ട് ഈ നിഷ്ഠിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അള്ളാഹിന്റെ കാരുണ്യം. ചില ആൾക്കാർ വാക്കുകൊണ്ട് അത് പറയും, ചില ആൾക്കാര് പ്രവർത്തനങ്ങളെ കൊണ്ട് പറയും. മുസ്ലിമീങ്ങൾ വാക്കുകൊണ്ട് പറയാറില്ല. ചിലവർ അജ്ഞതയുണ്ടോ അല്ലെങ്കിൽ മറ്റു ചിലരോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത്.
ആരാ അള്ളാഹിന്റെ റഹ്മത്ത് നിശ്ചയിച്ച ആളുകൾ? വേറെ ആരുമല്ല, മക്ക മുശ്രിക്കീങ്ങള്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി എഴുതുന്ന സമയത്ത് അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, അലി ബിസ്മി ഇത്. അലി റളിയല്ലാഹു ബിസ്മി ഇതാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി. അപ്പൊ സുഹൈൽ പറഞ്ഞു, ഇതെന്താ? അത് ബിസ്മിയാണ്, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമല്ല ഉണ്ടല്ലോ. പിന്നെന്താ പ്രശ്നം? ഞങ്ങൾക്ക് ബിസ്മില്ല എന്ന് എഴുതിയാൽ മതി, റഹ്മാൻ റഹീം എന്തെങ്കിലും വായിച്ചു കാണാം, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു റഹ്മാൻ റഹീമിനെ അറിയില്ല. ഞങ്ങൾക്ക് ആകാരം റഹ്മാൻ ഉണ്ട്, അത് യമാമയിലെ റഹ്മാനാണ് എന്ന് പറഞ്ഞു. അവര് നിഷേധിച്ചു. മക്ക മുശ്രിക്കീങ്ങള് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതാൻ സമ്മതിച്ചില്ല, ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോ ആ ഒരു നിഷേധം അവരുടെ അല്ലാഹു സുബ്ഹാനഹു വതആല റഹ്മാൻ ആണ് എന്ന് അവർക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അത് ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ അവർ ഉൾക്കൊണ്ടില്ല. ആ റഹ്മാന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ സ്വീകരിച്ചില്ല. അങ്ങനെ സ്വീകരിച്ചാൽ പിന്നെ അവര് ബിംബങ്ങളോട് പ്രാർത്ഥിക്കോ? ബിംബങ്ങളെ പേടിച്ച് നടക്കോ? ബിംബങ്ങളുടെ കുരുത്തക്കേട് തട്ടെന്ന് വിചാരിക്കോ? ഇല്ല. കാരണം എന്താ? റഹ്മാനും റഹീമുമായ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നത്, അല്ലെ? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അവരെ ഞങ്ങൾ ദുആ ചെയ്യുന്നത്, അവർക്ക് ആരാധനകൾ അർപ്പിക്കണം എന്തിനു വേണ്ടിയിട്ടാ? അവര് ഞങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ. അപ്പൊ ഇത്രയും റഹ്മാനും റഹീമുമായ ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ പിന്നെ ആ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേറെ എന്തെങ്കിലും ഇടയാളന്മാരുടെ ആവശ്യമുണ്ടോ? ബുദ്ധിയിലൊരു ചോദിക്കൂലേ? അപ്പൊ ഇവരെ കള്ളി എന്ത് ചെയ്യും? ഇവരുടെ എല്ലാ തരികിടയും പൊളിഞ്ഞു പോകും. അത് തിരിച്ചറിഞ്ഞു അവര്. അങ്ങനെ അവര് റഹ്മാൻ റഹീം എന്നുള്ളതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനോ സ്വീകരിക്കാനോ പ്രചരിപ്പിക്കാനോ അവർ തയ്യാറായില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമീപനം നമുക്കുണ്ടായിക്കൂടാ. അള്ളാഹു റഹ്മാനും റഹീമാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കാറില്ല. പടച്ച റബ്ബ് അങ്ങനെയാണ്. ആ റഹ്മത്തിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ത്? അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്നല്ലാഹു ശദീദുൽ ഇഖാബ്, അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അദാബുൻ ഷദീദ് എന്നാണ് അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി പറയുന്നത്. വളരെ കഠിനമായ ശിക്ഷയാണ് കുറച്ചുകൊണ്ട്. ആ അള്ളാഹു തന്നെ പറയാണ്, ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി, എന്റെ കോപത്തെ മുൻകടന്നിട്ട് എന്റെ റഹ്മത്ത് ഉണ്ട്. അള്ളാഹുവിന്റെ കോപത്തെ റഹ്മത്ത് മുൻകടന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹു കാരുണ്യവാനാണ്. ആ കാരുണ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ആ കാരുണ്യത്തിന്റെ അനുഭവമാണ് സഹോദരങ്ങളെ നമുക്ക് നമ്മൾ ചെയ്ത തെറ്റുകൾക്കൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരാൻ തയ്യാറായി എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സൂറത്ത് നഹലിന്റെ 61-ാമത്തെ ആയത്തിലൂടെ പറയാണ്, വലോ യുആഖിദുല്ലാഹു الناس ബിളുൽമിഹിം മാ തറക അലൈഹാ മിൻ ദാബ്ബ. അള്ളാഹു ജനങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും അവരെ പിടിക്കാൻ തുടങ്ങിയാൽ ഈ ഭൂമി ലോകത്ത് പ്രപഞ്ചത്തില് ഒരു ജീവജാലവും ബാക്കിയാവുകയില്ല. ആവോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അള്ളാഹുവിന്റെ മാസികത്ത് എന്തേ തെറ്റ് ചെയ്തു, വേണ്ടാത്തരം ചെയ്തു, ഒരു കളവ്. അപ്പൊ ഒരു ദിവസം ഒരാൾ ഒരു കളവ് പറഞ്ഞാൽ അയാളെ ഇന്ന കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നുള്ള പറഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളത് അള്ള ചെയ്ത ഓരോ അനുഗ്രഹം എടുത്തുകൾ എന്നുള്ള പറയണം. ഞങ്ങൾക്ക് ചെയ്ത ഓരോ അനുഗ്രഹം എടുത്തു. അപ്പൊ ഒരു ദിവസം അള്ള ഒരു കണ്ണിന്റെ കാഴ്ച കൊണ്ടുപോയി, വേറെ ദിവസം മറ്റോ കൊണ്ടുപോകാൻ, വേറെ ദിവസം നമ്മുടെ സംസാരശേഷി നഷ്ടപ്പെടുക, കേൾവിശേഷി, അല്ലെ, നമ്മുടെ സൗന്ദര്യം, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യാവസ്ഥയിൽ ഓരോന്ന് കൊണ്ടുപോയാൽ ഒരു 10 ദിവസം കഴിഞ്ഞാൽ കാര്യമായിട്ട് ആ മനുഷ്യൻ്റെ ഇതിനൊന്നിനും പറ്റൂല, അല്ലേ? അപ്പൊ അള്ളാഹിന്റെ കാരുണ്യം എത്രയാ? അള്ളാഹുന്റെ ആ കാരുണ്യം, അല്ലെ? അള്ളാഹ് അതിനെ തീരുമാനിച്ചു. അപ്പൊ അള്ളാഹ് തീരുമാനിച്ചില്ല. അള്ളാഹ് എന്താ തീരുമാനിച്ചു? പുറത്തു കൊടുക്കാൻ. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നല്ലാഹ യുദ്നൽ മുഅ്മിൻ ഫയലു അലൈഹി കൻഫുഹു വയസ്തുറുഹു ഫയഖൂലു അതഅരിഫു ദംബ കദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അള്ളാഹു പരലോകത്ത് നിന്ന് നമ്മൾ പറഞ്ഞില്ലേ 99 വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു എടുത്തു വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ എടുത്തു വെച്ച എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഹദീസിലൂടെ ചെറിയ കാര്യങ്ങൾ അള്ളാഹു റസൂൽ പറഞ്ഞുതരാൻ വല്ലാത്ത സമാധാനത കേൾക്കുമ്പോൾ. തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാർ ആരെയും ഉണ്ടാവോ? ആരുമില്ല. തെറ്റുകൾ സ്വാഭാവികമായും വന്നു പോകും. മനുഷ്യന്റെ മനസ്സ് അങ്ങനെയാണ്. തന്റെ മുമ്പിലുള്ള തെറ്റിലേക്ക് ഇങ്ങനെ വല്ലാതെ ചാഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സാണ്. ചിലപ്പോൾ സംഭവിച്ചു പോകും. സംഭവിച്ചു പോയ വിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഈ ഹദീസുകൾ കേട്ടോളൂ, അപ്പൊ നമുക്ക് മനസ്സിലാവും. അള്ളാഹു ഭൂമി ലോകത്ത് നിന്ന് തെറ്റ് ചെയ്ത ഒരു മനുഷ്യനെ പരലോകത്തേക്ക് വിചാരണക്ക് കൊണ്ടുവരാൻ.
അങ്ങനെ കൊണ്ടുവന്നിട്ട് അവനെ ഒരു മറക്കുള്ളിലാക്കും. എല്ലാരെയും അള്ളാഹു വിചാരണ ചെയ്യും. എന്നാൽ അള്ളാഹ് ഉദ്ദേശിച്ച ചില ആൾക്കാരുണ്ടാവും. ആ ആൾക്കാരെ വിചാരണ അള്ളാഹ് സ്വകാര്യമാക്കും. അവരെ വഷളാക്കൂല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വകാര്യമായിട്ട് വിളിച്ചു പറയാണ്, മറ്റുള്ള ആൾക്കാർക്ക് ആരും കാണാത്ത രൂപത്തിൽ അവനെ വിചാരണ ചെയ്യാണ്. ആ തഅരിഫു ദംബകഥ, ഇങ്ങനെയൊക്കെ നീ തെറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയോ, ഓർമ്മ ഉണ്ടോ? ആ തഅരിഫു ദംബക, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, വേറെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ എല്ലാ തെറ്റുകളും അള്ളാഹു അവനങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അവൻ പറയും, നഅം അയ്യ റബ്ബ്, അതേ റബ്ബെ ശരിയാണ്, എൻ്റെ അത് സംഭവിച്ചു പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ വരുന്നല്ലേ പറയാം, പേടിച്ചരണ്ട് ബേജാറായി നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് അല്ലേ അള്ളാഹു എന്താ ചെയ്യാൻ. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി വറഅ ഫീ നഫ്സിഹി അന്നഹു ഹലക. ഓൻ ഉറപ്പായി, ആ മനുഷ്യൻ ഉറപ്പായി. അള്ളാഹ് ഓരോന്ന് ചോദിക്കുക, ഇത് ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ഇന്ന സമയത്ത് ചെയ്തില്ലേ, ഇന്ന രൂപത്തിൽ ചെയ്തില്ലേ. അള്ളാഹ് ഓരോന്ന് കാണിച്ചു കൊടുത്തു. എല്ലാം സമ്മതിക്കല നിവൃത്തിയുണ്ട്, ഒക്കെ ചെയ്തു തന്നെയല്ലേ അല്ലേ. അപ്പോ അവനെ കുറിച്ച് അവനൊരു ധാരണ വന്നു, അന്നഹു ഹലക, നശിച്ചു, കഴിഞ്ഞു, തീർന്നു അറിയില്ല. നമ്മള് തീർന്നു അറിയില്ലേ, അതെ, ആ ഒരവസ്ഥയിലാണ്. അപ്പൊ അള്ളാഹ് അവനോട് പറഞ്ഞ വാക്കുകൾ, സതർതുഹ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ഞാൻ നിന്നെ വഷളാക്കിയോ? ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിന്നെ ഞാൻ വഷളാക്കിയോ? ഇല്ല, ഞാനത് മറച്ചു വെച്ചില്ലേ. നിന്റെ ഭാര്യ അറിഞ്ഞില്ല, ഭർത്താവ് അറിഞ്ഞില്ല, കുട്ടികൾ അറിഞ്ഞില്ല, കൂട്ടുകാരറിഞ്ഞില്ല, നാട്ടുകാരറിഞ്ഞില്ല, നിന്നെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ നിന്നെ വെറുക്കുക ചെയ്യുന്ന ഒരാളും നിന്നെ അതുപയോഗിച്ച് നോവിച്ച് നിന്റെ അഭിമാനത്തെ ക്ഷതം വരുത്തി നിനക്ക് ആളുകളുടെ മുമ്പിൽ എഴുന്നേറ്റ് നടക്കാൻ തടസ്സം സൃഷ്ടിച്ചോ? ഇല്ല. അത് ദുനിയാവിന്റെ അവസ്ഥ ഞാൻ തന്നെ സംരക്ഷിച്ചില്ലേ. അതെ, വഅന അഗ്ഫിറുഹാ ലകൽ യൗം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നസ്തഗ്ഫിറുക വനതൂബു ഇലൈക വഅന അഗ്ഫിറുഹാ ലകൽ യൗം. ഇന്ന് ഞാൻ നിനക്കത് പുറത്തു തന്നിരിക്കുന്നു. ദുനിയാവൊന്നും ആരും അറിഞ്ഞില്ല, ആഖിറത്തൊന്നും ആരും അറിയണില്ല അല്ലേ. ഫയുഅതി കിതാബ് ഹസനാതിഹി, അങ്ങനെ അവന്റെ ഹസനത്തിന് മാത്രം എഴുതി വെച്ച ആ ഭാഗം, കിതാബിന്റെ ആ ഭാഗം, അത് കൊണ്ടുവരും, ഓനെ സ്വർഗത്തേക്കാണ്ട് കൊണ്ടുപോകാൻ. നോക്ക് സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കാരുണ്യം. നമ്മളെ വായിന്ന് പുറത്തു വന്ന വാക്കുകളും നമ്മൾ ചെയ്ത തെറ്റുകളും, നമ്മൾ ചെയ്യാൻ പാടില്ലാതെ ആളുകൾ മുമ്പിൽ നമ്മൾ വഷളായി പോകുന്ന, നമ്മൾ ഉരുകിയൊലിക്കുന്ന പാപങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. അതൊന്നും ആരും കാണാതെ നമ്മളെ അള്ളാഹു അവന്റെ ലോകത്തേക്ക് കൊണ്ടുപോയി, പരലോകത്തേക്ക് കൊണ്ടുപോയി. ഈ ലോകത്ത് നമ്മളെ ജീവിതം അവസാനിച്ചു. അപ്പോഴും ആൾക്കാർ നല്ല ആളാട്ടോ നമ്മളെ പറ്റി പറഞ്ഞു. പക്ഷെ അള്ളാഹ്ക്കറിയാം, നമുക്കും അറിയാം നമ്മുടെ ചെയ്ത തെറ്റുകളെ കുറിച്ച്. നമ്മൾ എന്ത് ചെയ്തു? അള്ളാഹോട് പൊറുക്കലിനെ തേടി. അള്ളാഹ് ആരെടുത്തും വഷളാക്കാതെ പൊതിഞ്ഞു കൊണ്ടുപോയി നമ്മളെ. പരലോകത്തെത്തിയിട്ട് നമുക്ക് നൽകിയ ആ സന്തോഷത്തിന്റെ നിമിഷങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹുവേ, അത്തരം സൗഭാഗ്യവാന്മാരെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തണമെന്നതാണ്. നോക്കൂ നിങ്ങൾ, മറ്റൊരു അള്ളാഹിന്റെ റഹ്മത്തിന്റെ ഈ വിശാലതയെ നമുക്ക് മറ്റൊരു ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്ന് അറിയോ? ഖാല അല്ലാഹു തആല, അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അള്ളാഹു നേരിട്ട് പറയാൻ നബിയോട് പറയാം, നബിയെ അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്റെ അടിയാന്മാരോട്, നിന്റെ ഉമ്മത്തിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്താ? യബ്ന ആദം, ഏ ആദമിന്റെ മോനെ, ആദമിന്റെ മോളെ, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി. യബ്ന ആദം, ലൗ ബലഗത് ദുനൂബക അനാന അസ്സമാ സുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക വലാ ഉബാലി. യബ്ന ആദം, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായാ സുമ്മ ലഖീതനി ലാ തുശ്രിക് ബി ശൈആ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. ഒരു വല്ലാത്ത ഹദീസാണ്. നമ്മളൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ തന്നെ നമുക്ക് സ്വർഗം കിട്ടുമായിരിക്കും എന്നൊരു പ്രതീക്ഷ നൽകുന്നൊരു ഹദീസാണ്.
അള്ളാഹ് പറയാണ്, ആദമിന്റെ മോനെ, നീ എന്നോട് ഒരുപാട് ദുആ ചെയ്തില്ലേ, എന്നിൽ ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തില്ലേ, നിനക്ക് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചൊക്കെ ഞങ്ങൾക്ക് പുറത്തു വന്നിട്ടോ. അപ്പൊ തന്നെ നമുക്കൊരു ആശ്വാസമായി അല്ലേ? അപ്പൊ തന്നെ ഒരു ആശ്വാസമായി. ഇനി രണ്ടാമത്തെ വാക്കുകൾ, ലോ യബ്ന ആദം, ആദമിന്റെ മോനെ, ലോ ബലഗത് ദുനൂബുക അനാനസ്സമാ, നിങ്ങൾ ചെയ്ത പാപങ്ങൾ അട്ടിയിട്ട് ആകാശത്തെ മുട്ടി നിന്നാലും ശരി. ആലോചിക്കൂ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ പാപങ്ങളും അതിങ്ങനെ അട്ടിവെച്ച് ആകാശം മുഴുക്ക തട്ടി നിൽക്കുന്ന പാപങ്ങളുടെ കൂമ്പാരങ്ങളുമായി നാം ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വന്നാലും സുമ്മസ്തഗ്ഫർതനീ, ആ പാപങ്ങൾ ചെയ്യുന്നിടക്ക് മരണത്തിന് മുമ്പായി അള്ളാഹുവോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ടെങ്കിൽ, റബ്ബേ പറ്റിപ്പോയി എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് നിങ്ങൾ അള്ളാഹുവോട് പൊറുക്കലിനെ ചോദിച്ചാൽ, ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു തന്നു, വലാ ഉബാലി, എനിക്കതൊരു പ്രശ്നേ അല്ല. ആ കാരുണ്യത്തിന് പകരം വെക്കാൻ എന്തുണ്ട് കൂട്ടരെ? നമ്മളെ ഭർത്താവ് നമ്മോട് പൊറുക്കുവോ? നമ്മുടെ ഭാര്യ പൊറുക്കുവോ? എനിക്ക് ആ മനുഷ്യനെ കാണണ്ട, പിന്നെ കാണാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാല് വാപ്പാക്കും ഉമ്മാക്കും ഇങ്ങനെ പൊറുക്കാൻ പറ്റുമോ? ഈ പടച്ചോനെ ഒഴിവാക്കിയിട്ടല്ലേ നമ്മൾ മക്ബറേക്ക് പോണേ, ജാറത്തേക്ക് പോണേ, ഭീമാപ്പള്ളി ഉമ്മച്ചന്റെ അടുത്തേക്ക് പോണേ? നോക്കൂ നിങ്ങൾ, അടുത്തൊരാ വാക്ക് അള്ളാഹു വീണ്ടും പറയാൻ, യബ്ന ആദം, ആദമിന്റെ മോനെ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ സുമ്മ ലഖീതനി ലാ തുശ്രിക് ബി ശൈഅ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ. ആദമിന്റെ മോനെ, നീ എൻ്റെ അടുക്കലേക്ക് വന്നാൽ, ബിഖുറാബിൽ അർളി ഖതായ, നീ താമസിച്ചു കൊണ്ടിരിക്കുന്ന നിനക്ക് പരിചിതമായ ഭൂമിയില്ലേ, അത് എത്ര വിശാലമാണ്. ഈ ഭൂമിയുടെ വിശാലത എത്ര? ഫ്ലൈറ്റിൽ പോയാൽ 24 മണിക്കൂർ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചുറ്റാൻ പറ്റൂല. സൂപ്പർ സോണിക്കാണ് ഉപയോഗിച്ചാൽ തന്നെ. ഒന്ന് ആലോചിക്കുക, എത്ര വിശാലതയാണ്. ഈ ഭൂമി നിറയെ നിങ്ങള് പാപവുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടിയാലും, അപ്പൊ ഭൂമി നിറച്ചും പാപം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് എത്രത്തോളം ചെയ്യണം? അത്രയും വലിയ പാപമായി നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്തില്ല, അല്ലെ ഒരു കാര്യം നിങ്ങൾ മുക്തരാണ്. എന്താ? ലാ തുശ്രിക് ബി ഷൈആ, എന്നിൽ നിങ്ങൾ ഒരിക്കൽ പോലും ഷിർക്ക് വെച്ചില്ല. അള്ളാന്ന് വിളിക്കേണ്ടടുത്ത് മൊയ്തീൻ ഷെയ്ഖെ എന്ന് വിളിച്ചില്ല, മമ്പുറന്തങ്ങളെ എന്ന് വിളിച്ചില്ല, അജ്മീർ ഖോജ എന്ന് വിളിച്ചില്ല, ഓച്ചിറ ഉപ്പാപ്പ എന്ന് വിളിച്ചില്ല, ഭീമാപ്പള്ളി ഉമ്മച്ച എന്ന് വിളിച്ചില്ല, ഷെയ്ഖെ എന്ന് വിളിച്ചില്ല, നബിയെ എന്ന് വിളിച്ചില്ല. അള്ളാന്ന് വിളിക്കേണ്ടടുത്ത് അള്ളാന്ന് മാത്രമേ വിളിച്ചോളൂ. അള്ളഹാനോട് പറയേണ്ടത് അള്ളഹാനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഷിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല. ബാക്കി എല്ലാ തെറ്റും നിങ്ങളുടെ അടുത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയാണ് ഈ ഭൂമി മുഴുവനും തെറ്റായിട്ടല്ല അള്ളാഹിന്റെ അടുത്ത് വന്നത്, എന്നാൽ അത് മുഴുവനും പൊറുക്കാൻ മാത്രമുള്ള മഗ്ഫിറത്തേറ്റ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈ അള്ളാഹിനെ ഒഴിവാക്കാൻ നമുക്ക് കഴിയോ കൂട്ടരെ? ഇത്ര അധികം നമ്മോട് കാരുണ്യം കാണിക്കുന്ന പടച്ചോനെ ഒഴിവാക്കാൻ നമുക്ക് കഴിയോ? ആ റബ്ബിനെ വേണ്ടാന്ന് വെക്കാൻ നമുക്ക് കഴിയോ? പിന്നെ എന്തിനാ നമ്മൾ ആ അള്ളാഹിനെ ഒഴിവാക്കാൻ? നമ്മിൽ ചില അറിയാനിട്ടാണ്, പടച്ചോനെ പറ്റി മനസ്സിലാക്കാനിട്ടാണ്, റബ്ബ് ആരാൻ തിരിച്ചറിയാനിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ റബ്ബാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് മാത്രല്ല, ഇപ്പം തെറ്റ് ചെയ്തൊക്കെ അള്ളാഹ് പുറത്തുനിന്ന് പറഞ്ഞില്ലേ, അള്ളാഹ് റഹ്മത്താൻ. ഞാൻ റഹ്മത്തിന്റെ ഒന്നും കൂടി വിശാലത നോക്കി നിങ്ങൾ. സൂറത്ത് ഫുർഖാൻ 70-ാമത്തെ ആയത്തിൽ പറയാണ്, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമാ. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ, അള്ളാഹുവോട് തൗബ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ, തെറ്റുകൾ സംഭവിച്ചു, ആ തെറ്റുകൾക്ക് റബ്ബെ പുറത്തു തരണേ നാഥ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവോട് ദുആയിരുന്നു, റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടി തൗബ ചെയ്ത മനുഷ്യർ,
അവർക്കെന്താ റബ്ബ് നൽകുന്നത്? ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവര് ചെയ്ത എന്തൊക്കെ തെറ്റുകളുണ്ടോ ആ തെറ്റുകൾക്കൊക്കെ അതിന്റെ സ്ഥാനത്ത് നന്മ പകരമായി നൽകി. അപ്പൊ എന്തായി? അവര് ഭൂമി ചെയ്ത നന്മകളൊക്കെ ഓൽക്കുണ്ട്, അതിന് പകരം അവരെന്ത് തെറ്റ് ചെയ്തു ആ തെറ്റുകൾക്കൊക്കെ പകരം നന്മയാക്കി കൊടുത്തു. ആലോചിക്കും. ഇപ്പൊ നമ്മള് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ പിന്നെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ആണെങ്കിലും അതിന്റെ കറുത്ത മഷിയാണെങ്കിൽ കംപ്ലീറ്റ് ചുവപ്പ് മഷി ഉണ്ടാവില്ല ആ സ്ഥാനത്ത്, പിന്നെ എന്തെങ്കിലും കറുപ്പ് ബാക്കി ഉണ്ടാവും. ആ രൂപത്തിൽ കംപ്ലീറ്റ് നന്മയാക്കിയാണ് മാറ്റും. ആ അള്ളാഹു വഖാന അല്ലാഹു ഗഫൂറർ റഹീമ, അങ്ങേയറ്റം പൊറുക്കുന്നവരും കരുണാവാരിധിയുമാണ് നമ്മുടെ റബ്ബ്. ആ അള്ളാഹുവിനെ എങ്ങനെ സഹോദരങ്ങളെ നമ്മൾ വേണ്ടാന്ന് പറയാം? എങ്ങനെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക? അള്ളാഹിനെ കുറിച്ച് പഠിച്ച അള്ളാഹ് നമ്മുടെ അടുക്കലുണ്ട്. അതാണ് ഇന്നി ഖരീബ്. നിങ്ങൾക്ക് ഏറ്റവും അടുത്തോ ഞാൻ എന്നോട് ചോദിച്ചോളി, ജീബു ദഅവതദ്ദാഇ, എന്നോട് ചോദിച്ചാൽ ആ ദുആന് ഞാൻ ഉത്തരം ചെയ്യാം. നിങ്ങൾ എന്തിനാ വേറൊരു അടുത്തേക്ക് പോണത്? അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി പറഞ്ഞത് എനിക്ക് അള്ളാഹ് മതി. നബി എന്താ പഠിപ്പിച്ചത്? എനിക്ക് അള്ളാഹ് മതി. ജിബ്രീൽ വന്ന് ചോദിച്ചു ഇബ്രാഹിമെ തീയിലേക്ക് വലിച്ചോ, വല്ല സഹായം വേണോ? ഏയ്, നിന്റെ അടുത്ത് എനിക്കൊരു സഹായം വേണ്ട, എനിക്ക് പടച്ച മതി. ഹസ്ബി അള്ളാഹ്, എനിക്ക് റബ്ബ് മതി. ഇത്ര കാരുണ്യവാനായ ആ രക്ഷിതാവിനെ കുറിച്ചൊരു ബോധം ഇബ്രാഹിം നബിക്ക് ഇനി എന്ത് നിർഭയത്താ വേണ്ടിയത്? അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയുണ്ടല്ലേ? നമ്മൾ മനസ്സിലാക്കിയില്ല. അള്ളാഹിന്റെ കാരുണ്യത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചില്ല, ചിന്തിച്ചില്ല. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് അത്ര താല്പര്യം ഉണ്ടായതില്ല. പക്ഷെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യം അത് അതിവിശാലമാണ്, അതിവിശാലമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു നരകത്തിനോടും സ്വർഗത്തിനോടും പറയുന്നൊരു വർത്താനുണ്ട്. നരകവും സ്വർഗവും തർക്കിക്കാൻ, എനിക്ക് ഇന്ന ആൾക്കാരെ ഇന്ന ആൾക്കാരെ വേണമെന്ന് പറഞ്ഞിട്ട് അതില് വളരെ തെറ്റ് ചെയ്ത, വളരെ വേണ്ടാത്തരം ചെയ്തൊരു മനുഷ്യൻ, അങ്ങനെ അയാൾ വന്നപ്പോ നരകം പറയാണ്, ഞാന് കിബിറുള്ള സ്വേച്ഛാധിപതിയായ ആളുകൾ അവരൊക്കെ എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോ അള്ളാഹു പറയാണ്, ഇന്നമാ അൻതി അദാബി വഅസിബുക ബിമൻ അശാ മിൻ ഇബാദി. സംഗതിയൊക്കെ ശരി തന്നെയാണ്, നീ എൻ്റെ ശിക്ഷക തന്നെയാണ്, എനിക്ക് ഞാൻ ഏർപ്പെടുത്തിയ ശിക്ഷയാണ് നീ. പക്ഷേ അതിൽ എൻ്റെ അടിമകളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ എനിക്ക് കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് ഞാൻ പുറത്തു കൊടുക്കും, അവരെ സ്വർഗത്തിലാക്കാനുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ആ പരമകാരുണ്യകരും കരുണാനിധിയുമായ കരുണാവാരിധിയായി നിറഞ്ഞൊഴുകുന്ന കരുണയുടെ കടലെന്ന് പറയാൻ പറ്റൂല, കടലൊക്കെ അരുതികളും പരിധികളും പരിമിതികളും ഉണ്ട്. നിറഞ്ഞൊഴുകുന്ന കാരുണ്യത്തിന്റെ സ്രോതസ്, എത്ര കരുണ കാണിച്ചാലും തീർന്നു പോകാത്ത കാരുണ്യത്തിന്റെ നിറകുടം ആ റബ്ബ്. ആ റബ്ബിന്റെ കാരുണ്യത്തോട് നിങ്ങൾ നിരാശരാകരുത്. അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറഞ്ഞോളൂ. വലോ യഅലമുൽ കാഫിറു മാ ഇൻദല്ലാഹി മിനർ റഹ്മ മാ ഖനത മിൻ റഹ്മതിഹി അഹദ്. കാഫിറുകളായ ആളുകൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കൂലെന്ന് അവർ വിചാരിക്കൂല. നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്. കാഫിറുകൾ എത്ര ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളല്ലേ, ആ തെറ്റ് ചെയ്ത മനുഷ്യന്മാരിങ്ങനെ ആലോചിക്കുകയാണ്, ഇനിയിപ്പോ ഞമ്മക്ക് ജനം പുറത്തു വരൂല, അപ്പൊ ഇനിയിപ്പോ ഈ ഇഹലോകം ദുനിയാവും പോയി പരലോകം പോയി എന്ന് പറഞ്ഞാവണ്ട. ഇല്ല, അള്ളാന്റെ കാരുണ്യം അത് വിശാലമാണ്, പരലോകങ്ങൾ കൊണ്ട് സഹിക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാനുള്ളത് മാലിക്കുമതി എന്ന് പറയും. അപ്പോ ആ വിശാലമായ കാരുണ്യത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും, നിങ്ങൾക്ക് നിരാശരാകേണ്ടി വരൂല എന്ന് പറയാം. സഹോദരങ്ങളെ, ആ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം. കാരുണ്യം അത്രയും വിശാലമാണ്. ഇനി അള്ളാഹുവിന്റെ കാരുണ്യത്തെ തടയാൻ ആർക്കെങ്കിലും കഴിയോ? അള്ളാഹ് നമുക്ക് കാരുണ്യം ചൊരിയണമെന്ന് വിചാരിച്ചു, അത് തടയാൻ ഏതെങ്കിലും ഷെയ്ഖിന് കഴിയോ? ഏതെങ്കിലും ബീവിക്ക് കഴിയോ? ഏതെങ്കിലും തങ്ങൾക്ക് കഴിയോ? ഏതെങ്കിലും ഉപ്പാപ്പമാർക്ക് കഴിയോ? ഏതെങ്കിലും ജിന്നിന് കഴിയോ? ഇല്ല. മാ യഫ്തഹുല്ലാഹു ലിന്നാസി മിൻ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി. അള്ളാഹ് പറയാണ്, അള്ളാഹു ജനങ്ങൾക്ക് അവന്റെ കാരുണ്യത്തിൽ നിന്നും തുറന്നു കൊടുത്താൽ ഫലാ മുംസിക ലഹാ, ഓനോട് കരുണ ചെയ്യേണ്ട പടച്ചോനെന്ന് പറയാൻ ഒരാളും നബിക്ക് പോലും കഴിയില്ല. അള്ളാഹ് ഒരാൾക്ക് കരുണ കാണിക്കണം തീരുമാനിച്ചാൽ ആ കാരുണ്യം വേണ്ട എന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അധികാരമില്ല. അതുകൊണ്ടാണ് ഹിദായത്ത് നബിയെ നിങ്ങൾ കൊടുക്കണമല്ല ഞാൻ കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയണം.
ഇനി നോക്കൂ നിങ്ങൾ, ആ റഹ്മത്ത് കിട്ടാൻ എന്താണ് വഴി? കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വളരെ വിശാലമായ വിഷയമാണ്. അതിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും റഹ്മാൻ റഹീം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, അള്ളാഹിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട എന്താ? അത്തിയഉല്ലാഹ വ റസൂൽ ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾ അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കണം, എന്നാൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ കാരുണ്യം ഉണ്ടാവും. അപ്പൊ ഏത് വിഷയത്തിലും ഞാൻ അള്ളാഹിനെ അനുസരിച്ചു റസൂലിനെ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കാരുണ്യം നമുക്കുണ്ടാവും. ഒരു കാര്യം. അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ അനുസരിച്ചാൽ റബ്ബിന്റെ റഹ്മത്ത് നമുക്കുണ്ടാവും, ഇഹലോകത്തും ഉണ്ടാവും പരലോകത്തും ഉണ്ടാവും. രണ്ടാമത്തത് സൂറത്ത് അൻആം 155, ഒന്നാമത്തെ മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആലി ഇമ്രാൻ 132 വചനമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഈ സൂറത്ത് അൻആം 155 ആയത്തിൽ അല്ലാഹു പറയാണ്, ഹാദാ വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലക്കും തുർഹമൂൻ. ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ്, അനുഗ്രഹീതമായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിന്തുടരണം. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇന്ന ഉസ്താദ് പറഞ്ഞു, ഇന്ന ഇമാമ് പറഞ്ഞു, പള്ളിക്കൽ ഉസ്താദ് എങ്ങനെയാ പഠിപ്പിച്ചത്, മദ്രസയിലെ ഉസ്താദ് ഞാൻ എങ്ങനെയാ പഠിച്ചത് എന്ന് പറഞ്ഞവർക്ക് കിട്ടൂല. എന്റെ റബ്ബ് എനിക്കായി ഇറക്കി തന്ന വിശുദ്ധ ഖുർആനിൽ ഇതാ ഉള്ളത്, എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഇതാ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞവർക്ക് അള്ളാഹുവിന്റെ അടുത്തുനിന്നുണ്ടാവും റഹ്മത്ത് കിട്ടുന്ന. രണ്ടാമത്തെ അവിടെ ചുരുക്കി പറയാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തത് നന്മ ചെയ്യുന്ന ആൾക്കാർക്ക്, നന്മ ചെയ്യുന്ന ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, സൂറത്ത് അറാഫിന്റെ 56-ാമത്തെ ആയത്ത്. അള്ളാഹിന്റെ റഹ്മത്ത് മുഹ്സിനീങ്ങളുടെ ഏറ്റവും അടുത്താണ്. സുഹൃതവാന്മാർ, പകയും വിദ്വേഷവും ദേഷ്യവും ഒക്കെ മനസ്സിൽ കൊണ്ടെടുക്കുന്ന ആൾക്കാരല്ല, അങ്ങനത്തെ കിട്ടൂല. എന്നാൽ നല്ല ആൾക്കാർക്ക് കിട്ടും. അതുപോലെ തന്നെ സൂറത്ത് അറാഫിന്റെ 156-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, റഹ്മത്തി വസിഅത് കുല്ല ഷൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅ്തൂന സകാത്ത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. എന്റെ റഹ്മത്ത് അത് അതിവിശാലമാണ്, അത് കൊടുക്കലാർക്കാം നൽകലാർക്കാം തഖ്വയുള്ള ആൾക്കാർക്ക്, സക്കാത്ത് കൊടുക്കുന്നവർക്ക്. സക്കാത്ത് കൊടുക്കാത്തവർക്ക് കിട്ടൂല. സക്കാത്ത് കൊടുക്കാത്തവർക്ക് അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടൂല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ആൾ, ഖുർആനിൽ കൃത്യമായി വിശ്വസിക്കണം, ഖുർആൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം. ഖുർആനാണ് എന്റെ മാർഗദർശി നമ്മൾ തീരുമാനിക്കണം, അത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് പ്രവർത്തനം അള്ളാഹ്നെ ഇഷ്ടപ്പെടണം, അള്ളാഹ്നെ ഇഷ്ടപ്പെടണം, അള്ളാഹ്നെ ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ച് എന്ത് ചെയ്താലും അങ്ങനത്തെ കിട്ടും. ഇന്നൽ അബ്ദ യൽതമിസു മർളാത്തില്ലാ വലാ യസാലു ബിദാലിക് ഫയഖൂലു അല്ലാഹു അസ്സ വജല്ല ജിബ്രീൽ ഇന്ന ഫുലാനൻ അബ്ദി യൽതമിസു അൻ യുർദീനി അലാ വ ഇന്ന റഹ്മതി അലൈഹി. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടല്, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ആ പ്രവർത്തനത്തിന് നമ്മൾ നിയ്യത്ത് എന്തായിരിക്കണം? എനിക്ക് റബ്ബിന്റെ തൃപ്തി വേണം എന്നായിരിക്കണം. അപ്പോ രണ്ടാമത്തെ ഒരു വിഷയം. പിന്നെ അടുത്ത കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അള്ളാഹ് പറയാണ് എന്റെ റഹ്മത്ത് അവരെ മേലുണ്ട്. ആരുടെ മേല്? അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിരതരാകുന്ന ആൾക്കാർക്ക്. പള്ളിക്ക് പോണത് ഇത് അള്ളാഹിന്റെ പ്രീതി ഉണ്ട്. ഞാൻ ഈ ക്ലാസ് കേൾക്കണത് അള്ളാഹിന്റെ പ്രീതി വേണം. ഞാൻ എന്റെ ഇണക്ക് ഭക്ഷണം നൽകണത് എന്റെ കുടുംബത്തിനും വേണ്ടി ഞാൻ സമ്പത്ത് ഏൺ ചെയ്യുന്നത് അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇങ്ങനെ എന്ത് പ്രവർത്തനവും അതിൽ അള്ളാഹിന്റെ തൃപ്തി ആഗ്രഹിക്കുക. അള്ളാഹിന്റെ തൃപ്തി ലഭിക്കൂല തോന്നുന്ന കാര്യം വിട്ടുവെക്കുക. ഈ രൂപത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹിന്റെ റഹ്മത്ത് ഉണ്ടാകുന്നതാണ്. മറ്റൊരു കാര്യം എന്താ പറയുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടും. അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. സൂറത്തുൽ ബഖറ 156-157 ആയത്തുകൾ. നിങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്ത്, ആ മുസീബത്ത് വന്ന ഉടനെ എന്ന് പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. സങ്കടകർ എന്ന് പറയട്ടെ, നമ്മളെ ചില സഹോദരിമാരൊക്കെ പറയാ, കുട്ടി വീണു എന്ന് പറഞ്ഞാൽ ബദരീങ്ങളെ എന്ന് പറയും, അല്ലെ ഭീമാവള്ളി മച്ചി, അല്ലെ ഔച്ചുറപ്പാപ്പ, അല്ലെ പിന്നെന്താ അജ്മീർ ഖാജ, വൻപത്ത് തങ്ങളെ, മൊയ്തീൻ ഷെയ്ഖെ എന്നൊക്കെ വിളിക്കും അല്ലേ. ഒരു കുട്ടി വീണാൽ, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ ഒരു തീ പൊള്ളി എന്നൊക്കെ കേട്ടാൽ ഉടനെ നമ്മുടെ ചില സഹോദരങ്ങളുടെ നാക്കുന്ന പേരെന്താ മമ്പുറത്ത് തങ്ങളെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ പറയാ അല്ലെ, ബദരീങ്ങളെ, യാ ഷെയ്ഖ് മുഹീദ്ദീൻ, യാ റസൂലല്ലാഹ് എന്നൊക്കെ പറയും. ഇല്ല, എന്താ വിശ്വാസി പറയേണ്ടത്?
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് പറഞ്ഞാൽ അള്ളാന്റെ റഹ്മത്ത് കിട്ടുന്നതാണ്. അടുത്തൊരു കാര്യം, ഇർഹമു തുർഹമു. നിങ്ങൾ ഭൂമിയിലുള്ള ആൾക്കാരോട് റഹ്മത്ത് കാണിക്കി. നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കി. വസ്ത്രം വളരെ കീറി പറഞ്ഞ് ഒരു വൃത്തിയില്ലാത്ത ആൾ വന്നു, അയാൾക്കൊരു വസ്ത്രം, നിങ്ങൾ ധരിക്കുന്ന നല്ല വസ്ത്രത്തിൽ ഒന്നെടുത്ത് കൊടുക്കി. നിങ്ങൾക്ക് അള്ളാഹ് തരും കൂട്ടരെ, അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പക്ഷികൾക്കൊക്കെ തിന്നാനോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ നിങ്ങളെ വീട്ടിന് മുമ്പത്തോ പറമ്പിലോ ഒക്കെ കൊണ്ടുപോയി പാർന്നു വെച്ച് കൊടുക്കുക, ഒരു പാത്രത്തില് ഡെയിലി പാർന്നു കൊടുക്കുക. അതിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ അടിച്ചു വാരി മത്സ്യം കഴുകി വൃത്തിയാക്കുമ്പോൾ ആ പൂച്ചയ്ക്ക് കൊടുക്കുന്ന സാധനം അത് നമ്മൾ മുറ്റത്ത് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് നമ്മള് വേസ്റ്റ്, പിന്നെ പുതിയ ഒരു രീതി എന്നുള്ള രൂപത്തിൽ എന്ത് ഗ്യാസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ആ ഡബ്ബയെ കൊണ്ടുപോയി തട്ടും. അതിന് പകരേ ഒരു ചെറിയ പാത്രത്തിൽ കൊണ്ടുപോയാണ്ട് നിങ്ങൾ ഒരു പൂച്ചക്കോ അതുപോലെ അങ്ങനെ തിന്നാൻ പറ്റുന്ന ഏതെങ്കിലും മൃഗങ്ങൾക്ക് കൊണ്ട് ഭക്ഷണമായി കൊടുത്താൽ റഹമു, കരുണ കാണിക്കി കൂട്ടരുന്ന. എന്നാൽ തുർഹം, നിങ്ങൾ കരുണ കാണിക്കപ്പെടും. റഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട്, മനുഷ്യരോട് മാത്രമല്ല, മുസ്ലിങ്ങളോടാണോ? അല്ല, ഭൂമിയിൽ എന്തൊക്കെ ജീവികളുണ്ടോ, ഫീ കുല്ലി റത്ബത്തിൻ അജ്ർ, എല്ലാ പച്ചപ്പുള്ളതിലും ജീവനുള്ള എല്ലാത്തിനും, സസ്യങ്ങളായാലും ജന്തുക്കളായാലും എല്ലാത്തിനും നിങ്ങൾക്ക് അജ്റുണ്ട്. അത് റഹ്മത്തിന്റെ ഭാഗമാണ്. അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കാണിക്കുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ, നിന്റെ കാരുണ്യത്തിന് ഏറെ പ്രതീക്ഷയുള്ള ആളുകളാണ് നിങ്ങൾ. അള്ളാഹുവെ, ഞങ്ങൾക്ക് നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ പൊതിയണേ റബ്ബേ. ഇഹലോകത്തും പരലോകത്തും നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ ഒരുപാട് നൽകണേ റബ്ബേ. اللهم إنا نرجو من رحمتك يا أرحم الراحمين. اللهم إنا نرجو من رحمتك يا رحمن. اللهم ارحمنا، اللهم ارحم علينا، اللهم ارحم علينا يا أرحم الراحمين. ആമീൻ. റബ്ബി റഹ്മഹുമാ കമാ റബ്ബ. സഹോദരങ്ങളെ, അള്ളാഹുവോട് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. അത്തരം നല്ല നമ്മെല്ലാവരെയും കൊടുത്തുണ്ടാകും.